പ്രീതേ, ഈ റഷ്യ തിരിച്ചടിച്ചു തുടങ്ങി എന്ന് പറയുന്നു. ഉക്രൈൻ്റെ പിന്നെ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ കയറി അടിച്ചെന്ന് പറയുന്നുണ്ട്. ഇതിനു മാത്രം ആയുധമൊക്കെ റഷ്യയുടെ കൈവശമുണ്ടോ? അത് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു സംശയമാണ്. കാരണം കഴിഞ്ഞ ആഴ്ച ഈ റഷ്യ യുക്രൈൻ യുദ്ധം അതിൻ്റെ ഒരു കൊടുമ്പിരി കൊണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. അതിന് കാരണം എന്ന് പറയുന്നത് യുക്രൈൻ്റെ കയ്യിലിരിപ്പാണ്. യുക്രൈൻ അവർ ഡ്രോണാക്രമണം നടത്തിയല്ലോ. ആ ഡ്രോണാക്രമണം നടത്തി എന്ന് പറയുന്നത് റഷ്യയുടെ ഏതാണ്ട് ആ റഷ്യൻ പ്രദേശത്തിനുള്ളിൽ ഒരു 4000 കിലോമീറ്റർ ആഴത്തിൽ, അത്രയും വ്യാപ്തിയിലാണ് അവരുടെ ഒരു 5 വ്യോമതാവളങ്ങളാണ് ഇവർ ആക്രമിച്ചത്. റഷ്യയുടെ വ്യോമതാവളങ്ങൾ 5ഓളം വ്യോമതാവളങ്ങളാണ് ആക്രമിച്ചത്. ഇതിപ്പോൾ യുക്രൈൻ്റെ ജനവാസ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇത്രയും നാളെ റഷ്യ അങ്ങനെ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തവണ തിരിച്ചടിക്കുമ്പോൾ ഒന്നും നോക്കുന്നില്ല. 5 മരണത്തിൽ ഉണ്ട് എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. ഒരുപക്ഷെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ തിരിച്ചടി വെച്ചാൽ അതുവരെ കിട്ടുന്ന റിപ്പോർട്ടാണല്ലോ ഈ വരുന്നത്. അപ്പൊ അതനുസരിച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. റഷ്യ ഒരിക്കലും ഇനി പൊറുക്കുമെന്ന് തോന്നുന്നില്ല. അവര് ഇതുവരെ ഒരു 1.5 വർഷത്തിലേറെയായിട്ട് നടക്കുന്ന ഒരു യുദ്ധമാണ്. അതെ, വളരെ സംയമനത്തോടു കൂടിയാണ്. കാരണം എന്നേ ഇത് പിടിച്ചടക്കാമായിരുന്നു, അതവർ ചെയ്തിട്ടില്ല. അതിന്റെ കാരണവും നമ്മൾ പറഞ്ഞതാണ്. കാരണം ഇതിന് ഈ പറഞ്ഞ പോലെ കീ കൊടുക്കുന്നത് ആരൊക്കെയാണെന്ന് റഷ്യക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതും കൂടെ കണക്കാക്കിക്കൊണ്ടാണ് ഇതുവരെ ജനവാസ മേഖലകളിലല്ലാത്ത ഇടങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അവരുടെ സൈനിക നടപടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന് ഒരു പരിസമാപ്തിയായിട്ടുണ്ട് യുക്രൈൻ്റെ ഈ ഒരു യുക്രൈൻ ഡ്രോണാക്രമണം നടത്തിയതോടുകൂടി. അപ്പൊ അതിൽ ഈ കൊല്ലപ്പെട്ടതില് 1 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയാണ് ഈ 5 പേര് എന്ന് പറയുന്നത്. അത് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ ചേട്ടൻ ചോദിച്ച ഒരു കാര്യം, ഇത്രയും നാളുകളായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് റഷ്യയുടെ കയ്യിൽ ഇവർക്ക് ഇത്രയും ആയുധശേഖരം ഉണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ടാവുന്നു. അവർ നിരന്തരം ഇങ്ങനെ യുദ്ധം ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. 1.5 വർഷത്തിലധികമായില്ലേ, 2 വർഷം കണക്കൂട്ടും. അപ്പോഴും 2 വർഷം അടി തുടങ്ങിയിട്ട് 2 വർഷം ആകുന്നു. ആ 2 വർഷം കൊണ്ട് ഇവരൊക്കെ ഉപയോഗിച്ച് തീരില്ലേ എന്നുള്ളതാണ്. പക്ഷെ അതല്ല, അതിനേക്കാൾ, അതായത് ഇതുവരെ അവര് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വമ്പൻ സാധനങ്ങളൊക്കെ അവനാഴിയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. ഈ പറയുന്നത് പോലെ റഷ്യ, പുടിനാണെങ്കിൽ ഈ പറയുന്ന പോലെ സെലൻസ്കിയുടെ ഈ അധിക പ്രസംഗം കൂടി എന്ന് പറയുന്നത് കണ്ടപ്പോൾ കലിമൂത്തിരിക്കുകയാണ്, മൊത്തത്തിൽ പിരിയിളകിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ എന്ത് ഇനി ചെയ്യും എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒറഷ്നിക് മിസൈൽ, അത് അതിഭീകരമായ ഒരു എന്താ പറയുക പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒരു മിസൈലാണ്. ആ മിസൈൽ മാത്രമല്ല, റഷ്യക്ക് വേണമെങ്കിൽ അണുവായുധം വരെ പ്രയോഗിക്കാം. റഷ്യ ഇത് പ്രയോഗിക്കും എന്നുള്ളതാണ് ഈ എന്താ പറയാ അന്താരാഷ്ട്ര തലങ്ങളിലുള്ള യുദ്ധനിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത്. അതിനും സാധ്യതയുണ്ട്. കാരണം വളരെയേറെ പ്രകോപിപ്പിച്ചു റഷ്യയെ. സഹിച്ചു. അതെ, ഇനി അങ്ങ് ഒത്തുതീർപ്പിന്റെ ചർച്ചകൾ, അതെ, അതിലേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ നിന്ന് 1.5 വർഷം പണിയെടുത്തുകൊണ്ട് ഈ ഒരു ആക്രമണം നടത്തിയത്. ഇത് 1.5 വർഷത്തെ പണിയാണെന്ന് പറയാം. അതെ, ഇത് ഈ ഒരു കയ്യിൽ ഇരിക്കുന്ന സാധനമാണ്. ഇത് ചെയ്യാതിരിക്കാമായിരുന്നു. ഇത് എവിടം വരെ എത്തുമെന്നുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ തിരിച്ചടിച്ചോട്ടായിരുന്നു. ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഇത് വേണ്ടിയിരുന്നില്ല. റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒറഷ്നിക് ഉൾപ്പെടെ അണുവായുധം ഉൾപ്പെടെ റഷ്യയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. റഷ്യയുടെ 5 വ്യോമതാവളങ്ങളിൽ അടിയുണ്ടായി. അതിൽ കുറെ കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ ചെറിയ ചെറിയ അവരുടെ കയ്യിലുള്ളതിൽ വെച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലോ അതും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ തന്നെ ഇവരിതെല്ലാം സൂക്ഷിക്കണമെന്നൊന്നുമില്ലല്ലോ. റഷ്യ പോലൊരു വമ്പൻ രാജ്യം, ആ രാജ്യം ഇതൊക്കെ സൂക്ഷിക്കാൻ മറ്റെവിടെയൊക്കെ, അതായത് നോട്ടീസ് ചെയ്യപ്പെടുന്ന ഇടങ്ങളുണ്ടാകാം, നോട്ടീസ് ചെയ്യപ്പെടാത്ത ഇടങ്ങളുണ്ടാകാം. ഈ നോട്ടീസ് ചെയ്യപ്പെടാത്ത ഇടങ്ങളിൽ ഇത്തരത്തിൽ ഭൂഗർഭ അറകളിൽ ആയുധങ്ങൾ ശേഖരിക്കാം. റഷ്യക്ക് അതൊരു തന്ത്രമാണ്. നോട്ടീസ് ചെയ്യുന്ന സ്ഥലവും നോട്ടീസ് ചെയ്യപ്പെടാത്ത സ്ഥലവും
അങ്ങനെയാണല്ലോ ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളെ വീടിന്റെ താക്കോലേ നോട്ടീസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇട്ടിട്ടായിരിക്കും വരണേ. അതെ, കാരണം നമ്മളെ കൈ വെക്കില്ല, അവിടെ വെച്ചിട്ട് നോട്ടീസ് ചെയ്യപ്പെടാത്തൊരു സ്ഥലത്തായിരിക്കും, അവിടെ ആരും നോക്കത്തില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു വെക്കുന്നതാണെന്ന് ഇവർക്ക് അറിയാമല്ലോ. അപ്പൊ ഈ പറയുന്നത് പോലെ ഒറഷ്നിക്കിന്റെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ റഷ്യയുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം വരെ നിന്നത് ഒറഷ്നിക്കാണ്. മറ്റൊരു കാര്യം ഇതിനു മുമ്പേ തുടങ്ങി പറയുന്നുണ്ട്, അവർക്കൊരു മിസൈലുണ്ട്. അത് പേര് മറ്റു ലോകരാഷ്ട്രങ്ങൾ അതിനിട്ടിരിക്കുന്ന പേര് സാത്താൻ എന്നാണ്. ചെകുത്താൻ. ചെകുത്താൻ എന്ന് പറയുമ്പോ തന്നെ അറിയാം അതിന്റെ ഒരു പ്രത്യാഘാതം എന്തായാലും സാത്താൻ തന്നെ. പിശാച് പ്രഹരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രത്യാഘാതം ഭീകരമായിരിക്കും എന്നുള്ളത്. അതെ, അപ്പൊ ആ സാത്താൻ 1 ഉണ്ടായിരുന്നു, ഇപ്പൊ അവരുടെ കയ്യിൽ സാത്താൻ 2 ഉണ്ട്. സാത്താൻ 2 എന്നുള്ള ഇതിന്റെ പേര് RS-28 സർമാറ്റ് ICBM ആണ്. അതായത് ഇന്റർകോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈൽ ആണ്. അതൊക്കെ ചെന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ ഉക്രൈൻ ഉണ്ടോ എന്നുള്ളത് വളരെ സംശയിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ അത്രയേറെ നാശം വിതയ്ക്കാൻ പറ്റുന്ന അതിന് സമാനമായ രീതിയിലുള്ളതായിരിക്കണം. അതുകൊണ്ടാണല്ലോ സാത്താൻ 2 എന്ന് ലോകരാഷ്ട്രങ്ങൾ തന്നെ അതിന് മറ്റൊരു പേരിട്ടത്. അതിന്റെ ശരിയായ പേരാണ് ഞാൻ പറഞ്ഞത്, RS-28 സർമാറ്റ് ICBM എന്നുള്ളത്. അപ്പൊ അതിന് സാത്താൻ പേരിടുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനുണ്ടായിരിക്കാം. അപ്പോൾ ഇനിയൊരു ആണവ ആക്രമണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാത്താൻ 2 ഉക്രൈന് നേരെ റഷ്യ വിന്യസിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇനി ഒരിക്കൽ കൂടെ ഇതേപോലൊരു പ്രത്യാക്രമണം ഉണ്ടായാൽ സാത്താൻ 2 ഉപയോഗിച്ചിരിക്കും. അതെ, അപ്പൊ ഈ സാത്താൻ 2 എന്ന് പറയുന്നതിന് ഒരേ സമയം 16 ആണവ പോർമുനകൾ അല്ലെങ്കിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ വഹിക്കാൻ കഴിവുള്ള ഒരു അൾട്രാ ലോഞ്ചിങ് റേഞ്ച് ഉണ്ട്. അങ്ങനെയുള്ള ആ മിസൈലാണ് ഇന്റർകോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈലാണ് സാത്താൻ 2 എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം ഭീകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ICBMകളിൽ, അതായത് ഇന്റർകോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നാണ് റഷ്യയുടെ സാത്താൻ 2 എന്ന് പറയുന്ന മിസൈല്. അപ്പൊ 16,000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഇത് ഭൂമിയിലെ ഏത് ലക്ഷ്യത്തിലേക്കും എത്തുമെന്നുള്ളതാണ്. ഭൂമിയിലെ ഏത് ലക്ഷ്യത്തിലേക്ക് എത്തും. അപ്പോൾ വിദഗ്ധരുടെ അഭിപ്രായം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ റഷ്യ ആണവ ആക്രമണത്തിന് വേണ്ടിയിട്ട് ഈ സാത്താൻ 2 എടുത്ത് അങ്ങ് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഭൂപടത്തിൽ നിന്ന്, ലോക ഭൂപടത്തിൽ നിന്ന് നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ യുക്രൈൻ എന്ന് പറയുന്നത് തുടച്ചു മാറ്റപ്പെടും എന്നുള്ളത് തന്നെയാണ്. 16,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മളെ ഇന്ത്യയിലെ കണക്ക് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് നമ്മൾ അടുത്ത സ്റ്റേറ്റ് 2 സ്റ്റേറ്റ് കഴിഞ്ഞു പോകുന്ന ദൂരം. ഇന്റർകോണ്ടിനെന്റൽ ആണ്, ഇന്റർകോണ്ടിനെന്റൽ സ്റ്റേറ്റ് അല്ല, ഇന്റർകോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈൽ ആണത്. അപ്പോൾ അത് 16,000 കിലോമീറ്റർ എന്ന് പറയുന്നത് എവിടെയും എത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഭൂമിയിലെ ഏതൊരിടത്തേക്കും എത്താൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യുക്രൈൻ അവരുടെ തൊട്ടടുത്തിരിക്കുന്ന യുക്രൈനിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ യുക്രൈൻ ഒരു കൊച്ചു രാജ്യമാണ് ഉക്രൈൻ. ആ രാജ്യത്തെ തുടച്ചു മാറ്റാൻ ആ ഒരു മിസൈൽ മാത്രം മതി. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് അത്രത്തോളം ശക്തവും ഭാരമേറിയതും ദ്രാവക ഇന്ധനം നിറച്ചതുമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതിന് ഒന്നിലധികം വാർഹെഡുകൾ വഹിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെയാണ് അത് പൂർണ്ണമായിട്ടും ശത്രു രാജ്യത്തിന്റെ കഥ കഴിക്കുന്നത്. അപ്പോൾ ഈ സാത്താൻ 2 ഉണ്ട്. ഈ സാത്താൻ 2-ന് പുറമെ റഷ്യയുടെ ആയുധപ്പുരയിൽ വിവിധ തരം ബലിസ്റ്റിക് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുണ്ട്. അതുണ്ട്. അവയിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ശത്രു ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള ബലിസ്റ്റിക് മിസൈലുകളും സൈനിക താവളങ്ങളെയും കമാൻഡ് സെന്ററുകളിലെയും ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഹ്രസ്വദൂര കൃത്യതയുള്ള സ്ട്രൈക്ക് ബലിസ്റ്റിക് മിസൈലുകളായിട്ടുള്ളവയും ഒക്കെയുണ്ട്. അപ്പൊ ആയുധ ശേഖരം ഒന്നും നശിച്ചു പോയിട്ടില്ല. ഒരു ഡ്രോൺ ആക്രമണം കൊണ്ട് തീർന്നു പോകുന്നതല്ല റഷ്യയുടെ ആയുധ ശേഖരം എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്.